ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എടുക്കുക, അല്ലാത്തത് മറ്റുള്ളവർക്കായിട്ട് കൊടുത്തേക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ എനിക്ക് ലഭിച്ച ഒരു എനർജി എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിലേക്ക്, ഒരാളുടെ അടുത്തേക്ക് കർമ്മ വരുന്നതാണ്. ഈ വ്യക്തിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു കാർമിക് ഫേസിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വരുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരുപാട് വ്യക്തികളുടെ മനസ്സ് വേദനിപ്പിച്ച ഒരു വ്യക്തിയാണിത്. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തികളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച നിങ്ങളുടെ തന്നെ കുടുംബത്തിൽ നിന്നുള്ള ഏതെങ്കിലും വ്യക്തികളാകാം. നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച നിങ്ങൾക്കറിയുന്ന ഒരു വ്യക്തിയാണിത്. നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളിലും തടസ്സങ്ങൾ ഉണ്ടാക്കിയ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ വ്യക്തിയുടെ അടുത്തേക്കാണ് ഈ ഒരു കർമ്മ വരുന്നത്. അതായത് അവർ ചെയ്ത പ്രവർത്തികൾക്കുള്ള ഫലം അതേ നാണയത്തിൽ തന്നെ അവർക്ക് ലഭിക്കുന്നതാണ്. അതായത് വളരെ വേഗത്തിൽ അവർ ഈ ഒരു കാർമിക് ഫേസിൽ കൂടി കടക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വരും എന്നെനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ സിറ്റുവേഷൻ തന്നെ വളരെ മോശമാകും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പലർക്ക് വേണ്ടിയും വേണ്ടാന്ന് വെച്ചിരുന്നു. നിങ്ങൾ പല കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ കൺട്രോൾ ചെയ്താണ് നിങ്ങൾ മുന്നോട്ട് പോയത്. അതായത് ഇപ്പോൾ നിങ്ങൾക്കും മനസ്സിൽ ഒരുപാട് ദേഷ്യങ്ങൾ പലത് കാണുമ്പോഴും കേൾക്കുമ്പോഴും തോന്നിയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങളുടെ ആ ഒരു ദേഷ്യവും ആ ഒരു അഗ്രഷനും ഒക്കെ പുറത്ത് വലിയ രീതിയിൽ കാണിക്കാമായിരുന്നു. നിങ്ങൾക്കും പല രീതിയിൽ തിരിച്ച് മറുപടികൾ കൊടുക്കാമായിരുന്നു. നിങ്ങൾക്കും ഈ വ്യക്തിയെ പോലെയൊക്കെ പെരുമാറിയിട്ട് എന്നേക്കുമായിട്ട് ആ ഒരു ബന്ധങ്ങളെയൊക്കെയും തകർത്ത് കളഞ്ഞ് എന്നേ പോകാമായിരുന്നു. പക്ഷേ നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളെയും ശാന്തമായിട്ടും ക്ഷമയോടുമാണ് സമീപിച്ചത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സഹിച്ചു, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി. ഇന്നല്ലെങ്കിൽ നാളെ അവർ മനസ്സിലാക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എല്ലാ കാര്യങ്ങളും വരും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരുപാട് നിങ്ങൾ സഹിച്ചു, ഒരുപാട് നിങ്ങൾ പുറത്തു. അതുപോലെ നിങ്ങളിൽ പലരും ഭഗവാനിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചതായിട്ട് കാണാം. നിങ്ങളുടെ പ്രശ്നങ്ങളെ സമർപ്പിച്ചതായിട്ട് കാണാം. നിങ്ങളുടെ സങ്കടങ്ങളെ സറണ്ടർ ചെയ്തതായിട്ട് കാണാം. ഒരു ദിവസം നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയ എല്ലാ വ്യക്തികൾക്കും ഡിവൈൻ മറുപടി നൽകും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത്, എപ്പോഴും ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇടപെടൽ നിങ്ങളുടെ ബന്ധങ്ങളിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ഒക്കെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തി ചെയ്തത്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ച്, നിങ്ങളുടെ ഫീലിങ്സിനെ ഒക്കെ വെച്ച് ഇവർ കളിച്ചിട്ടുണ്ട് പലർക്കും വേണ്ടിയിട്ട്. പലപ്പോഴും നിങ്ങളുടെ ഹൃദയത്തെ പോലും തകർത്ത് കളഞ്ഞു. അങ്ങനെയുള്ള ഇൻസിഡൻസ് പോലും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ, ഈ ഒരു വ്യക്തി ആയിക്കോട്ടെ ഒക്കെ നിങ്ങൾക്കെതിരായിട്ട് ഒരുപാട് പദ്ധതികളും ഗൂഢാലോചനകളും ഒക്കെയും നടത്തിയിരുന്നു. അതായത് അവരുടെ തെറ്റുകൾ പോലും, അവർ ചെയ്ത തെറ്റുകൾക്ക് പോലും മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെ കുറ്റക്കാരനായി അല്ലെങ്കിൽ കുറ്റക്കാരിയോ ആയി ഒക്കെ സ്ഥാപിച്ചു. അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു കുടുംബം തകർക്കാനും ഇവർ ആഗ്രഹിച്ചിരുന്നു. കാരണം നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരുന്നിരിക്കണം എപ്പോഴും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തി ആയിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു തേർഡ് പാർട്ടിക്കും ഇത്രയധികം ധൈര്യമുണ്ടായത് നിങ്ങളുടെ കുടുംബജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ വീട് നശിപ്പിച്ച് കളയാനായിട്ട്. ഈ വ്യക്തിയുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. ഈ വ്യക്തി അവരുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടം തുടങ്ങുന്നതിനായിട്ട് കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ തുടങ്ങുകയാണ് എന്നിവിടെ കാണാം. പക്ഷേ ഇവിടെ കാണുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കുടുംബവും ഇതുപോലെ തകരുന്നതാണ് കാണുന്നത്. അവരുടെ വീട്ടിലും സമാധാനമില്ലാതെ ആകുന്നതാണ് കാണുന്നത്. കാരണം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടിയായിട്ട് വന്നിരുന്നു, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിയായിട്ട് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റും. ആ ഒരു തേർഡ് പാർട്ടിയായിട്ട് വന്നത് ഇന്ന് ഇവർക്ക് അതേ രീതിയിലുള്ള കർമ്മം കിട്ടുന്നതാണ് ഇവരുടെ കുടുംബം നശിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ സമാധാനമില്ലാതെയാകുന്നത്.
ആ ഒരു ഇടപെടലൊക്കെയും ഇവരുടെ കർമ്മയായിട്ട് കൺവേർട്ട് ആയിരിക്കുകയാണ്. ചില തേർഡ് പാർട്ടീസിൻ്റെ ഒക്കെ ഡിവോഴ്സ് ആകുന്നതും അവരൊരു സെപ്പറേഷനിൽ പോകുന്നതും ഒരുപാട് ആൾക്കാരിൽ നിന്നും അകന്ന് ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നതും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അവരുടെ വീട്ടിൽ അവർക്ക് സമാധാനം ഇന്ന് ലഭിക്കുന്നില്ല. അതുപോലെ നിങ്ങളുടെ കുടുംബം നശിച്ചു പോകണം, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേഷനിലാകണം, നിങ്ങൾ ഒരുമിച്ചുണ്ടാകരുത് എന്നൊക്കെയുള്ള അവരുടെ ചില പ്രാർത്ഥനകൾ, ചില നെഗറ്റീവ് ഉദ്ദേശത്തോടെയുള്ള പ്രാർത്ഥനകൾ, അവരുടെ നെഗറ്റീവായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതുപോലെ പ്രാക്കുകൾ, ഈ കാര്യങ്ങളൊക്കെ ചില ആൾക്കാരുടെ കേസിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് നല്ല കർമ്മ വരികയാണ്, അനുഗ്രഹത്തിൻ്റെ രൂപത്തിൽ, അവസരങ്ങളുടെ രൂപത്തിൽ. കാരണം നമ്മളൊരു തെറ്റും ചെയ്യാതെ ഇരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ദൈവം കൂട്ടിച്ചേർത്ത ഒരു ബന്ധത്തെയോ അല്ലെങ്കിൽ ബന്ധങ്ങളെയൊക്കെ നശിപ്പിക്കാനായിട്ട് അനാവശ്യമായിട്ട് ഇടപെടലുകൾ നടത്തുക, അനാവശ്യമായിട്ട് വേണ്ടാത്തത് പറഞ്ഞു പരത്തുക. യഥാർത്ഥത്തിൽ നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആണ്. നിങ്ങൾ യാതൊരുവിധ തെറ്റും ചെയ്തില്ല. നന്മ മാത്രം ആഗ്രഹിച്ച, അല്ലെങ്കിൽ നല്ല ഉദ്ദേശം മാത്രമായിരുന്നു നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിലും ബന്ധങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അന്യായമായിട്ട് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അത്രയധികം മാനിപ്പുലേഷൻസ് അവർ നിങ്ങൾക്ക് ചുറ്റും, നിങ്ങളുടെ വ്യക്തിയുടെയോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെയോ ഒക്കെ ചുറ്റും വെച്ചിട്ടുണ്ടാവും. ഈ പ്രിയപ്പെട്ടവർ പോലും നിങ്ങളെ തെറ്റിദ്ധരിച്ച് നിങ്ങൾക്കെതിരായിട്ട് പലതവണ സംസാരിച്ചിട്ടുമുണ്ടാകാം. പക്ഷെ അവിടെയെല്ലാം നിങ്ങൾ നീതിമാനാണ്. നിങ്ങൾ യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്ന ഈ വ്യക്തി എല്ലാം അറിഞ്ഞുകൊണ്ടും നിങ്ങളൊന്നും അറിയാതെയാണ് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് ഈ വ്യക്തിക്കുള്ള അനുഗ്രഹങ്ങൾ കൂടി, ഈ വ്യക്തി എന്തെങ്കിലും നല്ല കർമ്മം എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്കാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ദുഷ്പ്രവൃത്തി, ഇവരുടെ ഈ മോശമായിട്ടുള്ള പ്രവൃത്തി, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടാണ് വരുന്നത്. അതുപോലെ അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അവർക്ക് രാത്രി ഉറങ്ങാൻ പോലും സാധിക്കാത്ത വിധം ഉറക്കം അവരെ വിട്ട് പോയിരിക്കുന്നതായിട്ട് കാണാം. കാരണം ഇവരുടെ വീട്ടിൽ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഇവരുടെ ബന്ധങ്ങളിൽ സെപ്പറേഷൻസും ഉണ്ടാകുന്നുണ്ട്. ഇവരുടെ ഒരു കാര്യങ്ങളും ഇവർ വിചാരിച്ച രീതിയിൽ നടക്കുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം എനിക്കിവിടെ കാണുന്നത്, ഇവർ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഇവർ കണ്ണ് വെച്ചിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങളുടെ സാമ്പത്തികം വഴി ഇവർ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. നിങ്ങളുടെയോ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയോ ഒക്കെ ഇവർ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അവരുടെ സാമ്പത്തികത്തിലും ഒരു നെഗറ്റിവിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളെ നോട്ടമിട്ടുകൊണ്ട്, അല്ലെങ്കിൽ യാതൊരുവിധ കർമ്മങ്ങളും ചെയ്യാതെ നിങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഒരു രാജാവിനെ പോലെയോ അല്ലെങ്കിൽ രാജ്ഞിയെ പോലെയോ ഒക്കെ ആകാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അവരുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ സാമ്പത്തികത്തിന്മേലുണ്ടായിരുന്നു. കള്ളസ്നേഹം കാണിച്ചുകൊണ്ടൊക്കെ നിങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നോ ഒക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനായിട്ട് ഇവർ ആഗ്രഹിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇവിടെ സാമ്പത്തികപരമായിട്ടും ഒരുപാട് വെല്ലുവിളികൾ ഇവർ നേരിടേണ്ടതായിട്ട് വരും എന്ന് കാണുന്നുണ്ട്. സംസാരത്തിലൂടെയൊക്കെ നിങ്ങളിൽ നിന്ന് പൈസ ചോർത്തിയെടുത്തിട്ടുണ്ട് എന്ന് കാണാം. ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങളോട് കാണിച്ച വ്യക്തിക്ക് അവരുടെ ജീവിതത്തിലും ഇതേ രീതിയിലുള്ള ഒരു വലിയ നഷ്ടം സംഭവിക്കാനിരിക്കുന്നുണ്ട്. വലിയൊരു നഷ്ടമായിരിക്കും അത്. പൈസ നഷ്ടപ്പെടുന്നതാകാം, അതുപോലെ തന്നെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതാകാം എന്നും കാണുന്നുണ്ട്. സെപ്പറേഷൻ ഇവിടെ കാണുന്നുണ്ട്. ചില തേർഡ് പാർട്ടീസിനൊക്കെ ഡിവോഴ്സ് കാണുന്നുണ്ട്. വഴക്ക്, പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് നാളായി നിങ്ങൾ നിങ്ങളെ തന്നെ ഡിവൈനിൽ സറണ്ടർ ചെയ്തു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖം അത് ഡിവൈനിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടി ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ ഇവരുടെ അവസ്ഥ വളരെ മോശമാവുകയാണ്. നിങ്ങൾക്കെതിരായിട്ട് ചിന്തിച്ച അല്ലെങ്കിൽ നിങ്ങളെ അന്യായമായിട്ട് വേദനിപ്പിച്ച വ്യക്തികളുടെ എല്ലാം ജീവിതത്തിൽ അവർ ഏതൊക്കെയോ രീതിയിലുള്ള കർമ്മ നേരിടാൻ പോവുകയാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഈ വ്യക്തി നിങ്ങളുടെ കൂടെ കൂടിയത് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ചും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ നെഗറ്റിവിറ്റി, ഡാർക്ക് എനർജി, ബ്ലാക്ക് മാജിക് ഒക്കെയും കാണുന്നുണ്ട്. അവർ ശരിക്കും ഇൻസെക്യൂറാണ്, അല്ലെങ്കിൽ നിങ്ങളോട് അവർക്ക് വളരെയധികം അസൂയാണ്. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല ഒരു കാര്യം ചെയ്യുമ്പോഴോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുതിയൊരു ഘട്ടത്തിലോട്ട് കടക്കുമ്പോഴോ ഒക്കെ അവർക്ക് അതുപോലെ ആകാൻ കഴിയുന്നില്ല. പക്ഷെ അവർ ശ്രമിക്കുന്നില്ല.
ഒരുപക്ഷെ അവരും ശ്രമിച്ചാൽ അവർക്കും ആകാൻ പറ്റിയേക്കാം. പക്ഷെ അവരുടെ കണ്ണുകൾ മൊത്തം നിങ്ങളുടെ ജീവിതത്തിലോട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ തകർക്കണം, നിങ്ങൾ നല്ലതാവാൻ പാടില്ല, അവരെക്കാൾ മുകളിലാകാൻ പാടില്ല. എന്നാൽ അവർ വിചാരിച്ചാലും നടന്നേനെ, അവരുടെ ഉയർച്ച അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയേനെ. പക്ഷെ അവർക്ക് അതിലൊന്നും സമയമില്ല. അവർക്ക് മറ്റുള്ളവരുടെ കാര്യം നോക്കുക അതിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കണ്ട് അത്യാഗ്രഹം മൂത്ത് അല്ലെങ്കിൽ അസൂയ മൂത്തിട്ട് ഓരോന്നും ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ്. അവരുടെ പ്രയോറിറ്റി ഒരുപക്ഷെ അവരുടെ കാര്യങ്ങളിലായിരുന്നെങ്കിൽ അവർക്കും നിങ്ങളെക്കാൾ അവർക്ക് ഒരുപക്ഷെ ഉയരാൻ പറ്റിയേനെ. പക്ഷെ അവരുടേതായിരുന്നില്ല അത്. എന്നിട്ട് നിങ്ങളുടെ നന്മയെ, നിങ്ങളിൽ ഉണ്ടായ വിജയത്തെ ഒക്കെ തകർക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനെ വില കുറച്ച് കാണിക്കാനോ ഒക്കെയാണ് അവർ ശ്രമിച്ചിരുന്നത്. അവരുടെ മാക്സിമം സമയങ്ങളും അവരതിനാണ് ഉപയോഗിച്ചിരുന്നത്. അവരുടെ എനർജി പോലും അവർ അതിനാണ് ഉപയോഗിച്ചിരുന്നത്. അവരിത്രയധികം നെഗറ്റീവ് ആകാനുള്ള കാര്യവും ഇതേ അസൂയൊക്കെ തന്നെയാണ്. അപ്പോൾ ഒന്നും ചെയ്തിട്ടും അത് സാധിക്കാതെ വരുമ്പോൾ, അവർ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും മുന്നേറുമ്പോൾ അവർ പിന്നെ ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള ക്രിയകളായിരിക്കും. കാരണം അവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഇത് തടയണം, എങ്ങനെയെങ്കിലും ബ്ലോക്ക് ആക്കണം, എങ്ങനെയെങ്കിലും അവരുടെ കൺട്രോളിൽ വരണമെല്ലാം, അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, ഇതൊക്കെയായിരുന്നു. എന്ത് തന്നെ ആയാലും അവർ എന്ത് തന്നെ കർമ്മങ്ങൾ ചെയ്തെങ്കിലും അത് ഇന്ന് നിങ്ങൾ കേൾക്കുന്നില്ല. കാരണം അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പോയി. ഇനി നിങ്ങളെ അതൊന്നും ബാധിക്കാനും പോകുന്നില്ല. ഇന്ന് നിങ്ങൾ ഒരുപാട് അറിവുകൾ നേടി, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ ഒരുപാട് മാറി. സ്പിരിച്വലി ആയാലും ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും ഏത് രീതിയിലായാലും നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. നിങ്ങൾ പല വ്യക്തികളെ മനസ്സിലാക്കി, നിങ്ങൾ ഒരുപാട് ഡിവൈനിലേക്ക് അടുത്തു. അതുകൊണ്ട് തന്നെ ഇനി ഇവയൊന്നും തന്നെ നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇവയൊന്നും ഭയക്കുന്നുമില്ല. അതാണ് സത്യം. ഇനി ഇവരെയാണ് ഒരുപാട് കാര്യങ്ങൾ കാത്തിരിക്കുന്നത്. അതായത് ഇവർ ചെയ്തു കൂട്ടിയ ബാഡ് കർമാസിനുള്ള, ഇവർ നിങ്ങളിലേക്ക് വിട്ട ആ ഒരു ബാഡ് എനർജീസിനുള്ള എല്ലാത്തിൻ്റെയും ഇവരിലേക്കാണ് വരുന്നത്. ഇവരിലേക്കാണ് അതിൻ്റെ ഒക്കെയും കർമ്മം ഇവർക്ക് തിരിച്ചു വരുന്നത്. അതായത് നമ്മളൊരു ആക്ഷൻ ചെയ്യുമ്പോൾ അതിനൊരു റിയാക്ഷൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ അവർ ചെയ്ത ഒരു പ്രവൃത്തി, അതിനുള്ള പ്രതിഫലം അതേ രീതിയിൽ അവർക്ക് ലഭിക്കുന്നതാണ്. അത് സ്വീകരിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല. അവരിനി എത്രയൊക്കെ ഡിവൈനുമായിട്ട് അടുക്കാൻ നോക്കിയാലും അവർക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂടി കടന്നു പോയേ മതിയാവുകയുള്ളൂ. അതിനുശേഷം മാത്രമേ അവർക്ക് അങ്ങനെ ഒരു മുക്തി പോലും ലഭിക്കുകയുള്ളൂ. കാരണം നമ്മൾ അന്യായമായിട്ട് ഒരു വ്യക്തിയെ വേദനിപ്പിച്ചാൽ, ആ വ്യക്തി അത്രയും നിഷ്കളങ്കനായും കൂടെ ഇരുന്നാൽ അതിനുള്ള ആ ഒരു പ്രതിഫലം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഇരട്ടിയായിരിക്കും. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.